ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, അനുഗ്രഹീതമായ നല്ല ദിവസത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുകയാണ്. കർത്താവിൻ്റെ തിരുസന്നിധിയിലിരുന്ന് ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ച് അതിനകത്ത് നിന്ന് മന്ന പെറുക്കിയെടുത്തതുപോലെ ഇന്ന് എന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പെറുക്കിയെടുത്ത മന്ന നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. വചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവ് രക്ഷിതാവുമായിരിക്കുന്ന ദൈവത്തെ ഒരിക്കൽ കൂടി മനസ്സ് തുറന്ന് സ്തുതിച്ച് പുകഴ്ത്തിക്കൊണ്ട് ഇന്നത്തെ ചിന്തയ്ക്കാധാരമായിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങൾ 68:20 68-ാം സങ്കീർത്തനത്തിൻ്റെ 20-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. ഒന്നുകൂടെ ആവർത്തിക്കാം. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. ദൈവം ആരാണ് എന്നതല്ല ആ വാക്യത്തിനകത്ത് കാണുന്നത്. ബൈബിളിനകത്തുടനീളം ദൈവം ആരെന്ന് എന്ന പരാമർശം വളരെ വ്യക്തമാക്കുന്ന അനേക ഭാഗങ്ങളുണ്ട്. ബൈബിളിൻ്റെ ഏറ്റവും വലിയ ദൗത്യങ്ങളിലൊന്ന് ദൈവം ആരാണെന്ന് മനുഷ്യന് ബോധ്യമാക്കി കൊടുക്കുക തന്നെയാണ്. ആരാണ് ദൈവം, ആരായിരിക്കണം ദൈവം എന്നത് തിരുവെഴുത്ത് കണിശമായിട്ട് സമർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ വിവിധ തുറകളിൽ നിന്നുള്ളവരാണല്ലോ. നിങ്ങളുടെ മനസ്സിനകത്തും ഈ ഒരു ചിന്ത, താൽക്കാലികമായിട്ട് എല്ലാ ദിവസവും കേൾക്കുന്ന ഈ ഒരു ആത്മീക ചിന്ത നിങ്ങളുടെ മനസ്സിന് ഒരു തണുപ്പ് തരുന്നതിനേക്കാൾ, കേൾക്കാൻ ഒരാനന്ദമുള്ളതിനേക്കാൾ, ചില ആത്മീകമായിരിക്കുന്ന കാര്യങ്ങൾ അറിവിനും മനസ്സിലാക്കുന്നതിനും നമ്മുടെ അറിവുകേടുകളെ തിരുത്തുന്നതിനും ഈ ലഘു സന്ദേശം അനേക ആളുകൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ വളരെ സ്നേഹപുരസ്സരം പറയുന്നു. ആരാണ് ദൈവം പോരാ, ആരായിരിക്കണം ദൈവം എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമാക്കണം. വ്യക്തിത്വപരമായിട്ട് എന്നോടും നിങ്ങളോടുമുള്ള ബന്ധത്തിൽ എൻ്റെ ദൈവം ആരായിരിക്കണം എന്ന് നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും മറ്റെന്തിനേക്കാൾ മനുഷ്യൻ എന്ന നിലയ്ക്ക് എനിക്കുണ്ട് എന്ന കാര്യം നിങ്ങൾ മറക്കുകയും ചെയ്യരുത്. വല്യപ്പച്ചന്മാരും പിതാക്കന്മാരും ഇവരെയൊക്കെയാണ് സേവിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞാനും സേവിച്ചേ മതിയാകൂ എന്ന് പറയുന്നൊരു പരമ്പരാഗത കീഴ്വഴക്കത്തിൽ തലവെച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. വേദപുസ്തകം പഠിക്കുമ്പോൾ തന്നെ ചില രാഷ്ട്രങ്ങളിൽ ഇവിടെ ഈ ദൈവമാണ്, ഈ ദൈവത്തെ സേവിക്കുന്നവൻ ഇവിടെ നിന്നാൽ മതി, അല്ലാത്തവൻ തീക്കകത്ത് വീഴേണ്ടി വരും എന്നൊക്കെ പറയപ്പെട്ട ചരിത്രം ബൈബിളിനകത്ത് തന്നെ നമ്മൾ കാണുന്നില്ലേ. ഇന്നും അത്ര കർശനമല്ലെങ്കിൽ പോലും നിലവിൽ ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളില്ലേ. ഇതൊക്കെ ഉള്ളപ്പോൾ തന്നെ മനുഷ്യൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് എവിടെ വീട് വയ്ക്കണം, എവിടെ ആയിരിക്കണം എന്നതൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട്, എൻ്റെ അപ്പൻ ആരായിരിക്കണം, എൻ്റെ അമ്മ ആരായിരിക്കണം, തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമൊന്നും എനിക്ക് തന്നില്ല. ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ മാതാപിതാക്കളുടെ മക്കളായിട്ടാണ് ജനിച്ചത്, ഇന്ന കുടുംബത്തിലാണ് ജനിച്ചത്. എന്നാൽ നന്മ തിന്മകളെക്കുറിച്ച് തിരിച്ചറിവ് ലഭിച്ചു കഴിയുമ്പോൾ എൻ്റെ ദൈവം ആരായിരിക്കണം, ഒന്നോടെ ഞാൻ ആ വാക്ക് ഗൗരവപൂർണമായി പറയുന്നു, എൻ്റെ ദൈവം ആരായിരിക്കണം. ഒരു കളിമൺ പ്രതിമയാണോ, മനുഷ്യൻ ഉണ്ടാക്കി വെച്ച ഒരു കാവ്യഭാവനയുടെ നേർചിത്രമാണോ, ആരോ വരച്ചു വെച്ച ഒരു കാവ്യമായിരിക്കുന്ന ചിത്രമാണോ എൻ്റെ ദൈവം, ആരോ പറഞ്ഞു കേട്ട പഴങ്കഥയുടെ ഒരു കഥാനായകനായിരിക്കണോ എൻ്റെ ദൈവം, അതെയോ അഖിലാണ്ട സൃഷ്ടാവായിരിക്കുന്ന സർവശക്തനായിരിക്കുന്ന കാൽവരിയിൽ ജീവനെ തന്ന് മാനവരാശി ഇതുപോലെ സ്നേഹിച്ച ആത്മാവാകുന്ന സ്നേഹമാകുന്ന പിതാവാകുന്ന ദൈവമായിരിക്കണോ എൻ്റെ ദൈവം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യർക്കുണ്ട് കേട്ടോ. നിങ്ങളും ഈ സന്ദേശം കേൾക്കുന്ന ആരോ ഈ പറയപ്പെടുന്ന വാക്കിൻ്റെ യഥാർത്ഥ അവകാശിയാണ്. അതുകൊണ്ട് തീരുമാനിക്കണം, എൻ്റെ ദൈവം ആരായിരിക്കണം, ആരാണ് ദൈവം, ആരായിരിക്കണം ദൈവം എന്നതിനെക്കുറിച്ചൊക്കെ വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു. ഈ പറയപ്പെട്ടിരിക്കുന്ന വാക്യം അഥവാ 68-ാം സങ്കീർത്തനത്തിൻ്റെ 20-ാമത്തെ വാക്യം, ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. ഇതൊരു പ്രസ്താവനയാണ്. ദൈവത്തെയും നമ്മെയും, നമ്മൾ എന്നിവിടെ പറയപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ജനം, അങ്ങനെ പറയുന്നതായിരിക്കുമല്ലോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പം. ദൈവത്തെ അനുസരിച്ച് ദൈവം വിളിച്ചപ്പോൾ ഇറങ്ങി വന്ന് ദൈവം പറയുന്ന പാതയിലൂടെ ദൈവം ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ദൈവത്തിൻ്റെ പ്രമാണങ്ങളനുസരിച്ച് മറ്റുള്ളവരുടെ നടുവിൽ ദൈവത്തിൻ്റെ ആളുകളെന്ന സാക്ഷ്യത്തോടുകൂടെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം യാത്ര ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകൾ, അവരെയാണ്
ഇവിടെ ദൈവത്തിൻ്റെ ജനമെന്ന് പറയുന്നത് അവരാണ് പറയുന്നത് നമുക്ക്, അല്ലെങ്കിൽ നമ്മളെന്ന് പറയുന്നത്. ദൈവം എല്ലാവർക്കും ഒരുപോലെയാണോ, ഒരുപോലെ ആയിരിക്കുമോ എന്ന കാര്യങ്ങളൊക്കെ വേദപുസ്തകത്തിൽ നിന്ന് ചകഞ്ഞ് പരിശോധിക്കേണ്ടതാണ്. മറ്റൊരു വാക്യം ഞാൻ പറയാം. ദൈവം ഇസ്രായേലിൽ നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു നിശ്ചയം. ആ വാക്യത്തിൻ്റെ ഇഴയൊന്ന് അഴിച്ചെടുത്തുമ്പോൾ ദൈവം എല്ലാവർക്കും നല്ലവനാ എന്നല്ലല്ലോ പറഞ്ഞത്. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് ഇസ്രായേലിൽ നിർമ്മല ഹൃദയമുള്ളവർക്ക്. അപ്പം നിർമ്മല ഹൃദയമില്ലാത്തവർക്കോ? ചിന്തിക്കാം. നിർമ്മല ഹൃദയമില്ലാത്തവർക്കോ എന്നൊരു ചോദ്യം അതിനകത്ത് വരികയല്ലേ. അപ്പോൾ ദൈവം നല്ലവനായിരിക്കണോ? എല്ലാവർക്കും ദൈവം നല്ലവനാണ്. ചിലർ ദൈവത്തോട് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ ദൈവമേ എന്നോടിത് ചെയ്തല്ലോ. അതിനർത്ഥം എന്താ? ദൈവം ഏതാണ്ടും ക്രൂരത്വം ദോഷത്വം ചെയ്തു എന്നല്ലേ. ദൈവം അങ്ങനെ ചെയ്യുമോ? ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ദൈവത്തിൻ്റെ അധികാരം എന്തുകൊണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ മറുപടി ദൈവത്തിൻ്റെ കാണത്തില്ലേ. അപ്പം ദൈവം നമുക്ക് നല്ലവനാകണോ, അതെയോ ദൈവം നമുക്കൊരു ന്യായാധിപനെ പോലെ ശിക്ഷ നടപ്പാക്കുന്ന ന്യായാധിപതിയാകണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ പ്രവൃത്തി നമ്മളുമാണ്. നാം നിർമ്മല ഹൃദയത്തോടെ ദൈവം പറയുന്നതനുസരിച്ച് വിശ്വസിച്ച് ജീവിച്ചാൽ നമുക്ക് ദൈവം നല്ലവനായിരിക്കും. അതാണ് ബൈബിളിൻ്റെ പൊതുവായ തത്വം കേട്ടോ. 18-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, വക്രനോട് ദൈവം വക്രത കാണിക്കും, ദയാലുവോട് ദൈവം ദയാലുവായിരിക്കും. നാം എങ്ങനാണോ അങ്ങനെ ആയിരിക്കും ദൈവം നമ്മളോട് ഇടപെടുന്നത്. ഈ വാക്യത്തിനകത്ത് ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. ഉദ്ധാരണങ്ങൾ എന്ന മലയാള വാക്ക് ചിലപ്പോൾ ഇംഗ്ലീഷ് വേർഷനുകൾ നോക്കിയാലും ഒരു സാധാരണ വാക്ക് ഡെലിവറൻസ് എന്നോ സാൽവേഷൻ എന്നൊക്കെ ആയിരിക്കും കാണുന്നത്. എന്നാൽ ഉദ്ധാരണം എന്ന വാക്കിന് അതിനേക്കാളൊക്കെ ഉജ്ജ്വലമായ അർത്ഥമാണുള്ളത്. ഉദ്ധരിച്ചു കൊണ്ടുവരിക. ഉദ്ധാരണം എന്നൊക്കെ പറഞ്ഞാൽ തകർന്ന് തരിപ്പണമായി താഴെപ്പോയി ചിലർ കൂടി ചവിട്ടി ഒതിച്ച് പിള്ളേർ ഈ കൊക്കോക്കോള കുടിച്ചിട്ട് അതിൻ്റെ ടിന്ന് താഴെയിട്ടിട്ട് അതിൻ്റെ പുറത്തേക്കൂടെ വണ്ടി കയറി കണ്ടിട്ടുണ്ടോ? അതുപോലെ ചതഞ്ഞു പോയാലും അതിനെ പിന്നെയും ദൈവം വീർപ്പിച്ചെടുത്ത് ചളുക്കം മാറ്റി പഴയതുപോലൊരു പെയിൻറ്റ് പോലും പോയത് പുറത്തറിയാതെ അങ്ങനെ ആ രൂപത്തിൽ കൊണ്ടുവരുന്നതാണ് ഉദ്ധരിച്ചു കൊണ്ടുവരിക. തളർന്നു പോയത് ഉദ്ധരിച്ചു കൊണ്ടുവരിക, അതിൻ്റെ കഴിവിലേക്ക്, ആ ശക്തിയിലേക്ക് അതിനെ കൊണ്ടുവരിക എന്നതാണ് ഉദ്ധാരണം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ബൈബിളിൽ ഉദ്ധാരണം എന്ന വാക്ക് കൊടുത്തിരിക്കുന്നത്. പുനരുദ്ധാനം, ആ ഉദ്ധാനം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന വാക്ക് ഇതിൻ്റെ പര്യായപദത്തോട് ചേർത്ത് കെട്ടാവുന്നതാണ്. ശവക്കുഴിക്കകത്ത് അസ്ഥികൾ മാത്രമായിട്ട് ദ്രവിച്ചു പോയാലും അന്ത്യകാഹളനാദത്തിങ്കൽ വിശുദ്ധന്മാർ ഉയർക്കുന്ന ദിവസത്തിൽ പുനരുദ്ധാന ദിവസം എന്നാണ് ആ ദിവസത്തിന് പറയുന്നത്. ഉദ്ധരിച്ചു കൊണ്ടുവരും. എങ്ങനെ? അസ്ഥിയെല്ലാം കൂടി വാരിക്കൂട്ടി ആണ്ടിലൊരിക്കൽ കൊണ്ടുപോയി എവിടെയെങ്കിലും കളയുന്നത് പോലല്ല. ദ്രവിച്ചു പോയാലും മണ്ണോട് മണ്ണായാലും. അതുകൊണ്ട് ആ പഴയകാല ഭക്തന്മാരൊക്കെ അങ്ങനെ പാടിയിട്ട് മൺമറഞ്ഞു പോയത്. ഈ മണ്ണിലലിഞ്ഞാലും ഉദ്ധാരണങ്ങളുടെ ദൈവം. ഒന്ന് പറഞ്ഞേ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സന്ദേശത്തിൽ പറഞ്ഞു, ഒരു ആത്മപ്രേരണയിലാണ് പറഞ്ഞത്. എനിക്കൊരു 10-25 പേരെങ്കിലും മെസ്സേജ് അയച്ചു. ഞാൻ അന്നത്തെ ദിവസം ഒരു 100-ൽ പരം പ്രാവശ്യം ആ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് നടന്നു. അതിൻ്റെ ഗുണം ചില സ്ഥലത്ത് ശരിക്കും എഫക്റ്റ് ചെയ്തു. ഇന്നും ഞാൻ നിങ്ങളോട് പറയുക, വെറുതെ ഇരിക്കുന്നവൻ ആരും രക്ഷപ്പെട്ടിട്ടില്ല. കൂടുതൽ ബുദ്ധി കളിക്കുന്നവനും ആത്മീകത്തിനകത്ത് അധികം ബുദ്ധി ഉപയോഗിക്കാതിരിക്കുക നല്ലത്. ഒരു കുഞ്ഞിനെ പോലെ വിശ്വസിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് തിരിഞ്ഞ് ശിശുവിനെ പോലെ വരിക എന്ന്. LKG പിള്ളേർക്ക്, അംഗൻവാടി പിള്ളേർക്ക് ടീച്ചർ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരത് തന്നെ പറഞ്ഞുകൊണ്ട് വരുന്നത് പോലെ, വീട്ടിൽ വന്നും ആ ടീച്ചർ പറഞ്ഞ ട്യൂണിൽ തന്നെ പറയുന്നത് പോലെ, നിങ്ങൾ നിങ്ങളുടെ സാഹചര്യത്തിന് നടുവിൽ 68-ാം സങ്കീർത്തനത്തിൻ്റെ 20-ാമത്തെ വാക്യം, ദൈവം എനിക്ക് ന്യായവിധിയുടെ, ശിക്ഷാവിധിയുടെ, തകർത്ത് കളയുന്ന, എറിഞ്ഞു കളയുന്ന, കൊന്നു കളയുന്ന ദൈവമല്ല, എനിക്കെൻ്റെ ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. എല്ലാവരും കൂടി എന്നെ കടലാസ് ചുരുട്ടും പോലെ ചുരുട്ടി ഒരു മൂലയിലേക്ക് എറിഞ്ഞാലും എൻ്റെ കർത്താവ് അതിന് തേച്ചു മിനുക്കി നിവർത്തി ചുളിവ് പോലുമില്ലാതെ പിന്നെയും ഉദ്ധരിച്ചു കൊണ്ടുവരുന്നവനാണ് എൻ്റെ ദൈവം.
എൻ്റെ ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. എന്നെ ഉദ്ധരിക്കും, എൻ്റെ കുഞ്ഞിനെ ഉദ്ധരിക്കും. ബലൂൺ ഒന്ന് മനസ്സിൽ കണ്ടേ, അതോടെ കണ്ട് ഞാൻ പ്രാർത്ഥിക്കാം. അത് വെറുതെ ജസ്റ്റ് തളർന്ന് കിടക്കുന്ന ഒരു ബലൂൺ എടുത്ത് കയ്യിൽ പിടിച്ചാൽ 10 രൂപ 5 രൂപ കൊടുത്താൽ കിട്ടുമായിരിക്കും. വെറുതെ കാറ്റത്താടി നിൽക്കുന്ന, യാതൊരു ബലവുമില്ലാത്ത, യാതൊരു എന്താ പറയുക, ഒരു ശക്തിയുമില്ലാത്ത വെറും റബ്ബറാണ്. പക്ഷെ അതിനകത്തേക്ക് ഊതിക്കഴിയുമ്പോൾ ബലൂൺ അങ്ങ് ഉദ്ധരിക്കും, അതങ്ങ് വലുതാകും, അതൊരു ശക്തിയാകും. അത് പിന്നെ ആടി നിൽക്കുകയില്ല, അതിങ്ങനെ തെറിച്ച് നിൽക്കും. കണ്ടിട്ടുണ്ടോ? ഇന്നത് കേൾക്കുമ്പോൾ കാറ്റുപോയ ബലൂൺ പോലായിരിക്കും. പക്ഷെ ദൈവത്തിൻ്റെ പ്രത്യാശയും ദൈവത്തിൻ്റെ വിശ്വാസവും ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളും കൊണ്ട് നീ നിറയുമ്പോൾ, ഉദ്ധരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി നിന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ, തളർന്നുപോയ, ഒതുങ്ങിപ്പോയ, നിരാശപ്പെട്ടു പോയ, മനസ്സിടിഞ്ഞു പോയ നിലവാരത്തിൽ നിന്ന് പൈസ തന്നിട്ടല്ല, ആഹാരം ആരെങ്കിലും തന്നിട്ടല്ല, ഉദ്ധാരണങ്ങളുടെ ദൈവം ഉദ്ധരിക്കുമ്പോൾ, ജോലി നഷ്ടപ്പെട്ടവർ, കുടുംബജീവിതത്തിൽ ഉലച്ചിൽ സംഭവിച്ചവർ, പാസ്പോർട്ട് നഷ്ടപ്പെട്ടവർ, വഴിയടഞ്ഞു പോയവർ, പണം നഷ്ടപ്പെട്ടവർ, ഭാവി നഷ്ടപ്പെട്ടവർ ഒക്കെ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. ഈ വാക്യം നിങ്ങളുടെ സ്വന്തമാക്ക്. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്കെൻ്റെ ദൈവം തളർന്നു പോയപ്പോൾ, ക്ഷീണിച്ചു പോയപ്പോൾ, മടുത്തു എന്ന് പറഞ്ഞപ്പോൾ, മതിയായി എന്ന് പറഞ്ഞപ്പോൾ, ഏലിയാവിനെ പോലെ ചൂരച്ചെടിച്ചൂട്ടി കിടന്നപ്പോൾ, ഗുഹയ്ക്കകത്ത് കിടന്നപ്പോൾ ഉദ്ധാരണങ്ങളുടെ ദൈവം വന്നത് കണ്ടോ? ഏലിയാവിൻ്റെ ഗുഹയുടെ ചോട്ടിൽ ദൂതനെ അയച്ച് കണ്ടോ? ആ ചൂരച്ചെടിയുടെ ചോട്ടിൽ. എന്തുകൊണ്ട്? ദൈവം പുകഞ്ഞ കൊള്ളി പുറത്തുനിന്നുള്ള പോളിസി ഉള്ളവനല്ല, ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. പത്രോസ് പടകമെടുത്തുകൊണ്ട് വീണ്ടും മീൻ പിടിക്കാൻ പോയപ്പോൾ കനലിൽ ചുട്ട ചൂടൻ അപ്പവുമായി കടൽ തീരത്ത് വന്ന യേശുവിനെ കണ്ടോ? പോണവനൊക്കെ പോട്ടറാ, വേണ്ടവൻ എൻ്റെ കൂടെ നിന്നാൽ മതി എന്നുള്ള പോളിസിക്കാരനല്ലവൻ. ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. തളർന്നവനെ, തകർന്നവനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്ന. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ പുറകെ യേശു നടക്കുന്ന കണ്ടോ? എന്താ കാര്യം? പോടാ എന്നും പറഞ്ഞുകൊണ്ട് കഴുത്തെ പിടിച്ചിറക്കി വിടുന്നവനല്ലവൻ. പിന്നെയോ ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. ഇനി ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ തന്ന സന്ദേശത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ കർത്താവേ, അങ്ങ് എനിക്ക് ഈ വചനം കേൾക്കുന്നവർക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. ഒതുങ്ങിപ്പോയവർ, തകർന്നു പോയവർ, എമ്മൗസിലേക്ക് ഇറങ്ങിപ്പോയവർ, ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഏൽപ്പിച്ച കാര്യം വിട്ടിട്ട് വലയും പടകുമെടുത്ത് ഉദരപൂരണത്തിന് വേണ്ടി മനപ്രയാസത്തിലൂടെ പോയവർ, അവരെ ഉദ്ധരിച്ചു കൊണ്ടുവരണം, മഹത്വമെടുക്കണം. ഈ ദൂത് ഫലിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.